Here we discuss one important theorem in functional analysis, which is Riesz theorem. Riesz theorem states that it is a representation of linear functionals in the Hilbert space. We can represent a linear functional, a given linear functional f in the Hilbert space H by means of an inner product. Okay. Theorem states that every bounded linear functional f on a Hilbert space H can be represented in terms of an inner product given by f of x equal to inner product xz. Here z is a vector in H in such a way that z depends on f, z is uniquely determined by f, and norm f equal to norm z. We have to represent a given linear functional f in terms of an inner product f of x equal to inner product xz. Okay. For this, we have to prove the existence of a vector z in H such that z depends on f. അപ്പോൾ f മാറുന്നതനുസരിച്ച് z മാറും. അപ്പോൾ f1ന് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ ഒരു z1 ആയിരിക്കും, f2 എന്ന് പറയുന്ന ലീനിയർ ഫംഗ്ഷനിൽ കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു വെക്ടർ z2 ആയിരിക്കും. അങ്ങനെ അപ്പോൾ ഏത് f ആണ് എടുക്കുന്നത് ആ fനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ z എന്ന് പറയുന്ന വെക്ടറിനെ ഡിഫൈൻ ചെയ്തെടുക്കാൻ. ഓക്കെ. ആൻഡ് z ഈസ് യൂണിക്കലി ഡിറ്റർമൈൻഡ് ബൈ f. തന്നിരിക്കുന്ന ലീനിയർ ഫംഗ്ഷൻ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് വൺ ആൻഡ് ഓൺലി വൺ ഇസഡേ ഉണ്ടാകത്തുള്ളൂ. ഒരേ ഒരു വെക്ടർ ഇസഡേ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. തേർഡ്, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് norm of the linear functional is same as the norm of the vector z. Okay, so every linear functional f in a Hilbert space can be uniquely expressed as an inner product f of x equal to inner product xz such that the norm of f and the norm of the vector z are same. To prove the theorem, first we assume that f is the zero functional. Okay, suppose f equal to the zero function. Then we know the image of f and for every x is 0. F of x is 0 for all x belongs to H. Since f is 0, we have norm f equal to 0. Okay. We have to find an z such that norm f is equal to norm z. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു z വേണം കണ്ടുപിടിക്കാൻ. നോം എഫ് നോം z സെയിം ആയിരിക്കണം. അതുപോലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് ആയിരിക്കും. ഇപ്പോൾ എഫ് സീറോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വി നോ എഫ് ഓഫ് എക്സ് ഈസ് സീറോ. ഇപ്പോൾ എൽ എച്ച് എസ് സീറോ ആണ്. സോ ലെറ്റ് എസ് ഡിഫൈൻ ഇസഡ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് എന്നുള്ളത് ഇന്നർ പ്രോഡക്റ്റ് എക്സ് സീറോ എന്നാകും, വിച്ച് ഈസ് സീറോ ഇറ്റ്സെൽഫ്. അപ്പോൾ ഇഫ് എഫ് ഈസ് സീറോ വി ക്യാൻ ഡിഫൈൻ ഇസഡ് ആസ് സീറോ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് എന്ന് നമുക്കുള്ള ഫസ്റ്റ് കണ്ടീഷൻ കിട്ടി. നോം എഫ് സീറോ ആണ്, ഇസഡ് സീറോ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നോം ഇസഡും സീറോ എന്ന് കിട്ടും. സോ നോം എഫ് ഈക്വൽ ടു നോം ഇസഡ് എന്നുള്ള കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈഡ് ആണ്. If f is the zero functional, then we can define the vector z as the zero vector such that f of x equal to 0 and inner product x is equal to 0. So the condition f of x equal to inner product x is automatically satisfied. At the same time, if f is 0, then norm f is 0 and z is 0 means norm z is 0. The condition norm f equal to norm z is also satisfied. അപ്പോൾ സീറോ ഫംഗ്ഷനിൽ യുണീക്ക് ആയിട്ട് നമുക്കൊരു z ഈക്വൽ ടു 0 കണ്ടുപിടിക്കാൻ പറ്റും, സാറ്റിസ്ഫൈങ് ഓൾ ദ കണ്ടീഷൻസ് ഓഫ് ദ Riesz theorem. Now assume that f not equal to 0. F is a non-zero linear functional. Okay. Now, if the null space of a linear functional is the full space H, it means that we know null space of f is the set of all x belongs to H such that f of x is 0. എച്ചിലെ ഏതൊക്കെ വെക്ടറിനെയാണോ സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്നത് ആ വെക്ടറിൻ്റെ കളക്ഷനാണ് നമ്മൾ നൾ സ്പേസ് ഓഫ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ നൾ സ്പേസ് ഓഫ് എഫ് എച്ച് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എച്ചിലെ എല്ലാ എലമെൻസിനെയും എഫ് സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എച്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ മീൻസ് ഇത് എച്ച് തന്നെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എഫ് എന്ന് പറയുന്നത് സീറോ ഫംഗ്ഷനാണ്. കാരണം സീറോ ഫംഗ്ഷനിലാണ് എല്ലാ മെമ്പേഴ്സിനെയും സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്നത്. ഇഫ് നൾ സ്പേസ് ഓഫ് എഫ് ഈസ് എച്ച് then f should be the zero functional. Okay, so if we can take the contrapositive of this statement, if f not equal to 0, then null space of f is not equal to h. Okay, null space of f h ആണെങ്കിൽ f should be 0. Therefore, if f not equal to 0, then null space of f not equal to h ആണ്.
So we have the conditions. If we assume F not equal to 0, then null space of F is not equal to H. Okay. Now null space of F. It is the null space of a non-zero linear functional, and we know null space of a linear function is always a closed subspace of H. So n of F is closed in H. By projection theorem, if y is closed in H, closed subspace of H, then y direct sum y orthogonal is the full space H. That is projection theorem. Instead of y, here we have null space of F. Okay, null space of F is a closed subspace of H. So by projection theorem, null space of F direct sum null space of F orthogonal equal to H. And we know null space of F not equal to H. Therefore, null space of F orthogonal not equal to singleton set 0. This cannot be 0 because null space this 0 ആയിപ്പോയാൽ എന്ത് സംഭവിക്കും? The null space of F direct sum singleton set 0 ആകും. അത് H ആയി പോകും. അതായത് null space of F equal to H ആയി പോകും. null space of F orthogonal singleton set 0 ആയി. പക്ഷേ null space of F not equal to H എന്നാണ്. Therefore, null space of orthogonal cannot be singleton set 0. Null space of F orthogonal cannot be singleton set 0 means there is a vector Z0 which is non-zero in null space of F orthogonal. Null space of F orthogonal ഒരു non-zero element എങ്കിലും ഉണ്ട് since null space of F orthogonal not equal to singleton 0. Okay. അപ്പോൾ ആ എലമെന്റിനെ നമ്മൾ ഫിക്സ് ചെയ്തു Z0 ആണ്, അത് non-zero ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ Z0 belongs to null space of F orthogonal ആണ്. Okay. We arbitrarily consider an x belongs to H. X is an arbitrary element of H, and we define a vector V equal to f of x into f of Z0 minus Z0 into f of x into f of Z0 into f of Z0 into x. ഇങ്ങനൊരു എലമെന്റ് f of x into Z0 മൈനസ് എഫ് ഓഫ് Z0 into x. ഇങ്ങനൊരു വെക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. Z0 ഫിക്സഡ് ആണ്, Z0 നോൺ സീറോ ആണ്, എക്സ് ഒരു ആർബിട്രറി വെക്ടറാണ്. ഇപ്പോൾ വി യു ആർബിട്രറി ആയിട്ടാണ് വരിക. എഫ് ഓഫ് എക്സ് ഇൻറ്റു Z0 മൈനസ് എഫ് ഓഫ് Z0 ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഒരു വെക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്തെടുത്തു. ഈ വെക്ടറിൻ്റെ ഇമേജ് സീറോ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാം. ഓക്കെ, we will prove that f of v is 0. That is, f of v is ഇത് f of x കോൺസ്റ്റന്റ് ആണ്, സ്കെയിലർ ആണ്. കാരണം f എന്ന് പറയുന്നത് ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് f of x ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റിന് വെളിയിലെടുത്തു f of x ഇൻറ്റു അടുത്ത എലമെന്റിന്റെ ഇമേജ് f of Z0 മൈനസ് f of Z0 ഒരു കോൺസ്റ്റന്റ് ആണ്, അത് വെളിയിലെടുത്തു ഇൻറ്റു എക്സിന്റെ ഇമേജ് f of x. So we get f of x into f of Z0 minus f of Z0 into f of x which is 0. അപ്പോൾ f of v 0 ആയതുകൊണ്ട് v എന്ന് പറയുന്നത് null space of f ലെ വെക്ടർ ആയിരിക്കും. v belongs to null space of f since f of v is 0. അപ്പോൾ നമുക്ക് v എന്ന് പറയുന്ന എലമെന്റ് null space of f ലും Z0 എന്ന് പറയുന്ന എലമെന്റ് null space of f ന്റെ ഓർത്തോഗണലുമാണ്. So v and Z0 will be orthogonal. V will be orthogonal to the vector Z0. Okay. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് V Z0 is 0 എന്ന് നമുക്ക് കിട്ടും. ഇന്നർ പ്രോഡക്റ്റ് V Z0 is 0. അവിടെ നമ്മൾ വിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. V എന്ന് പറയുന്ന എലമെന്റ് ഇതാണ്. ദിസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എഫ് ഓഫ് എക്സ് ഇൻറ്റു Z0 മൈനസ് എഫ് ഓഫ് Z0 ഇൻറ്റു എക്സ് കോമ Z0 ഈക്വൽ ടു 0. വിയുടെ സ്ഥാനത്ത് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി അതിനെ എക്സ്പാൻഡ് ചെയ്യുക. ദിസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോൺസ്റ്റന്റ് ആണ്, ഫസ്റ്റ് ആർഗ്യുമെന്റിലാണ്, അത് വെളിയിലെടുത്തു ഇൻറ്റു Z0 മൈനസ് എഫ് ഓഫ് Z0 ഫസ്റ്റ് ആർഗ്യുമെന്റിലാണ്, അത് കോൺസ്റ്റന്റ് ആണ്, വെളിയിലെടുത്തു ഇന്നർ പ്രോഡക്റ്റ് എക്സ് Z0 ഈക്വൽ ടു 0. ഓക്കെ, ദിസ് ഈസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു നോ Z0 സ്ക്വയർ
minus f of z naught into inner product x z naught equal to 0. This implies f of x equal to f of z naught divided by no z naught square into inner product x z. അതിനൊന്ന് റീപ്ലേസ് ചെയ്യും. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ സെക്കൻഡ് ആർഗ്യുമെൻറ്റിലോട്ട് എടുക്കുക. സെക്കൻഡ് ആർഗ്യുമെൻറ്റിലേക്ക് ആ ബ്രാക്കറ്റിനകത്തേക്ക് എടുക്കുക. അപ്പോൾ സെക്കൻഡ് ആർഗ്യുമെൻറ്റിലേക്ക് ആകുമ്പോൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. സോറി, ഇത് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ്, ടേക്ക് ദ കോഞ്ചുഗേറ്റ് ടു ഇൻസൈഡ്, ഇറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ നോ ഇസഡ് നോട്ട് സ്ക്വയർ ഇൻറ്റു ഇസഡ് നോട്ട്. ഓക്കെ, this is clearly an element of h. z naught h ലെ മെമ്പർ ആണ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇൻറ്റു z naught h ലെ എലമെന്റ് ആവും. അതിനെ നമ്മൾ z എന്ന് വിളിച്ചു. ഇന്നർ പ്രോഡക്റ്റ് x z. ഓക്കെ, where z is an element of h. z is an element of h such that z is f of z naught divided by no z naught square into z naught. Okay, so z ഡിപ്പെൻഡ്സ് ഓൺ എഫ്. ഓക്കെ, എഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഇസഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ദർ ഈസ് ആൻ ഇസഡ് ബിലോങ്സ് ടു എച്ച് സച്ച് ദാറ്റ് ഇസഡ് ഡിപ്പെൻഡ്സ് ഓൺ എച്ച്. അപ്പോൾ നമുക്ക് റെപ്രസെൻറ്റേഷൻ പോയി എഫ് ഓഫ് എക്സ് ഈക്വൾ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇസഡ്. ദർ എക്സിസ്റ്റ് ആൻ വെക്ടർ ഇസഡ് ബിലോങ്സ് ടു എച്ച് സച്ച് ദാറ്റ് ഇസഡ് ഡിപ്പെൻഡ്സ് ഓൺ എഫ്. നൗ വി വിൽ പ്രൂവ് ദാറ്റ് ഇസഡ് ഈസ് യുണീക്ക്ലി ഡിറ്റർമൈൻഡ് ബൈ എഫ്. ആ ഇസഡ് യുണീക്കാണ് വിത്ത് റെസ്പെക്ട് ടു എഫ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. Z is uniquely determined by f. If possible, assume that there are two vectors z such that z1 and z2. F of x is inner product x z1 and f of x is inner product x z2. ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യും. Then LHS സെയിം ആണ്. We equate the RHS. Inner product x z1 equal to inner product x z2. ഒരു സൈഡിലേക്ക് എടുക്കുക. ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് വൺ മൈനസ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് ടു ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് വൺ മൈനസ് ഇസഡ് ടു ഈസ് 0. എക്സ് ആർബിട്രറി ആയതുകൊണ്ട് ദിസ് ഈസ് ട്രൂ ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എച്ച്. എല്ലാ എക്സിനും ട്രൂ ആണെങ്കിൽ ആ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇസഡ് വൺ മൈനസ് ഇസഡ് ടു എന്ന് പറയുന്ന വെക്ടർ കൂടി അപ്ലൈ ചെയ്യാം. എല്ലാ എക്സിനും ട്രൂ ആണെങ്കിൽ അത് ഇസഡ് വൺ മൈനസ് ഇസഡ് ടു എന്ന വെക്ടറിനും കൂടി ട്രൂ ആയിരിക്കും. സോ ദിസ് ഈസ് ഇന്നർ പ്രോഡക്റ്റ് ഇസഡ് വൺ മൈനസ് ഇസഡ് ടു z1 minus z2 equal to 0. That is no z1 minus z2 the whole square is 0, or no z1 minus z2 is 0, z1 minus z2 is 0, that is z1 equal to z2. Therefore this z is unique. So there is a vector z in H which is depending on f and is uniquely determined by f such that f of x equal to inner product x z. Okay. Now finally we have to prove that norm f equal to norm z. Z ന്റെ നോമും f ന്റെ നോമും സെയിം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. We have to prove that norm z equal to norm f. Okay. By this representation we have f of x equal to inner product x z, which is true for every x belongs to H. In particular, we can replace x equal to z. Then we get f of z equal to inner product x z equal to norm z square. Okay, f of z is norm z square എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് നോം ഇസഡ് ഇതൊരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സ്ക്വയർ ഓഫ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. എപ്പോഴും പോസിറ്റീവ് ആണ്. സോ വി ഗെറ്റ് നോം ഇസഡ് സ്ക്വയർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസഡ് തന്നെയാണെന്ന് പറയാം. കാരണം ഇത് 0 ആയതുകൊണ്ട് അതിൻ്റെ മോഡുലസ് വാല്യൂ ആണ്. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മോഡുലസിനെ എഴുതിയത്. ഓക്കെ, ബട്ട് എഫ് ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻറ്റു നോം ഇസഡ് എന്ന് പറയാം. രണ്ട് സൈഡിൽ നിന്നും ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയുമ്പോൾ വി ഗെറ്റ് നോം ഇസഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ്. ഇക്വേഷൻ നോം ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ്, ഇക്വേഷൻ 1. നൗ വി കൺസിഡർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇസഡ്. അതൊന്നുകൂടെ കൺസിഡർ ചെയ്ത് നമ്മുടെ ഡെഫിനിഷനാണ് റെപ്രസെൻറ്റേഷൻ.
മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇസഡ് ആണ്. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വാഡ്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യും. ഓക്കെ, ബൈ അപ്ലൈing squares inequality, this is less than or equal to norm x into norm z. Therefore, modulus of f of x divided by norm x is less than or equal to norm z, which is true for every x. So, it will be true for the supremum also. Supremum x belongs to h, x not equal to 0, mod f of x by norm x less than or equal to norm z. This is the definition of norm f. That is, norm f is less than or equal to norm z, or norm z is greater than or equal to norm f. Equation 2. From equations 1 and 2, we have norm f equal to norm z. Thus, Rees theorem states that every linear functional f can be represented as an inner product f of x equal to inner product xz, where z is a vector in H which is depending on f and is uniquely determined by f, and norm z എന്ന് പറയുന്നത് norm f തന്നെയാണ്. This is Rees theorem. Okay. Now there is a corollary for Rees theorem. അത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. If H is an inner product space such that inner product V1 W1 equal to inner product VW1 അല്ലെങ്കിൽ V1 W1 equal to inner product V2 W2. Okay. So inner product V1 W equal to inner product V2 W for every W belongs to inner product space ആയതുകൊണ്ട് x മതി. Then we have to prove that V1 is V2. Okay. If inner product V1W is inner product V2W for every W belongs to x, then V1 equal to V2. അപ്പോൾ ഞാൻ തീറ എഴുതിയപ്പോൾ എൻ്റെ അകത്തൊരു നോട്ട് തന്നപ്പോൾ ഇവിടെ W1 W2 ആണ് ഇട്ടിരുന്നത്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. W1 W2 അല്ല, അത് W തന്നെയാണ്. ഓക്കെ, inner product V1W equal to inner product V2W for all W, then V1 equal to V2. Assume that inner product V1W equal to inner product V2W for all W. That is, inner product V1W minus V2W is 0. That is, inner product V1 minus V2W is 0, which is true for every W. That means we can replace W by V1 minus V2 also. That is, inner product V1 minus V2, V1 minus V2 is 0 by replacing W by V1 by V2, since the theorem is true for is 0 for every W. That is, norm V1 minus V2, the whole score is 0. V1 minus V2 is 0. That is, V1 equal to V2. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടിയുണ്ട്. ഇഫ് ഇന്നർ പ്രൊഡക്റ്റ് VW is 0 for all W belongs to x, then V is 0. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്കിത് പ്രൂവ് ചെയ്യാം. ഇന്നർ പ്രൊഡക്റ്റ് VW equal to 0 for every W ആണെങ്കിൽ W നെ നമുക്ക് V കൊണ്ട് റീപ്ലേസ് ചെയ്യാം. Inner product VV equal to 0. That is, norm V square is 0 or V equal to 0. Okay. ഇപ്പോൾ ഈ കൊറോളറിയും ഇമ്പോർട്ടൻ്റ് ആണ്. റീസ് തിയറം, ഇതിൻ്റെ അത് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്, റീസ് തിയറം ഉണ്ട്, നെക്സ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് റീസസ് റെപ്രസെൻറ്റേഷൻ തിയറം ഉണ്ട്, റീസ് റെപ്രസെൻറ്റേഷൻ തിയറം ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് റീസ് തിയറമാണ്, അടുത്ത് റീസ് റെപ്രസെൻറ്റേഷൻ തിയറമാണ്. രണ്ട് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. റീസ് തിയറത്തിന് പകരം റീസ് റെപ്രസെൻറ്റേഷൻ തിയറം എഴുതിയാൽ ഒരു മാർക്ക് പോലും കിട്ടുകയില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാണ്ട് നിങ്ങൾ നോക്കിക്കോ. ഓക്കെ.